ചോദിച്ചറിയാം അല്ലേ? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു മാരേജ് വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ കസിൻ്റെ കല്യാണമാണ്. ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പള്ളി കണ്ടപ്പോൾ തന്നെ മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ ഏത് പള്ളിയാണ്. അത് തന്നെ നമ്മുടെ അൽഫോൺസാമ്മയുടെ ഭരണങ്ങാനത്തെ പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെല്ലുമ്പം കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് പള്ളിയിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരു ശവോടക്കിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുവാണ്. ഞങ്ങൾ ചെന്നപ്പം തന്നെ ബോഡി വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. അത് അടക്കത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. ആ സമയത്ത് പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ നല്ല അടിപൊളി ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ദേ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അവർക്ക് ഒത്തിരി സമയം കിട്ടി കേട്ടോ ഈ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. പള്ളിയിൽ ആദ്യം ഒരു മരണത്തിൻ്റെ ചടങ്ങുണ്ടായിരുന്നു, പിന്നീട് ഒറ്റെന്തോ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി സമയം കിട്ടി, നല്ല രീതിയിൽ ഫോട്ടോസ് എടുത്തു. ക്യാമറമാന്മാർക്ക് ചാകരയാണെന്ന് തന്നെ പറയാം. സമയവും കിട്ടി, സന്ദർഭവും കിട്ടി. നല്ല രീതിക്ക് അവർ അത് യൂട്ടിലൈസ് ചെയ്ത് നല്ല നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്, കല്യാണത്തിന് വന്നവരൊക്കെ നിന്ന് എല്ലാവരും സംസാരിക്കുവാണ്. അപ്പം ദേ അമ്മ സഹോദരങ്ങളെയൊക്കെ കണ്ടിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് സംസാരവും വിശേഷങ്ങൾ പങ്കുവെക്കലും ഒക്കെയാണ്. പിന്നെ എല്ലാവരും ദേ പള്ളിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. പള്ളിയിൽ കല്യാണം തുടങ്ങാനായിട്ടുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെണ്ണും ചെറുക്കനും ഒക്കെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്ന് കാറിൽ കയറി ഇന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അവരും പള്ളിയിലോട്ട് കയറുന്നുണ്ട്. പിന്നെ കൂടെ നമുക്കും പള്ളിയിലോട്ട് കയറാം. അപ്പോൾ ഞങ്ങളും കയറി കുറച്ച് നേരമൊക്കെ നിന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങേണ്ടി വന്നു. കുഞ്ഞിനെയും കൊണ്ടാണ് പോയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നവർക്കറിയാമല്ലോ കുറേ നേരം ഒരിടത്ത് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അവർ കരയാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങും. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി അൽഫോൺസാമ്മയുടെ രൂപത്തിന് മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ജുവാന് ഭയങ്കര വിശപ്പാണ്. അങ്ങനെ കല്യാണത്തിന് വന്ന ഞങ്ങൾ അടുത്തുള്ള കടയിൽ കയറി ഒരു വടയും ജ്യൂസും ഒക്കെ കഴിച്ചു. വന്നപ്പോൾ തന്നെ ഈ പള്ളിയുടെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പം തൊട്ട് ജുവാൻ അവിടെ നിർത്തുന്നില്ലായിരുന്നു. ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ സമയത്തൊന്നും എന്നെ ഒട്ടും അവിടെ നിർത്തുന്നില്ലായിരുന്നു. അൽഫോൺസാമ്മയുടെ കല്ലറ കാണണം, അൽഫോൺസാമ്മയെ അടക്കിയത് കാണണമെന്നൊക്കെ പറഞ്ഞ് ഒരേ വഴക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ അൽഫോൺസാമ്മയെ അടക്കം ചെയ്ത സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ, താഴെ ഒരു പള്ളി, മേളിൽ ഒരു പള്ളി, പിന്നെ തൊട്ടടുത്ത് തന്നെ അൽഫോൺസാമ്മയുടെ മ്യൂസിയം ഉണ്ട്. അങ്ങനെ ചുറ്റും ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെയാണ്. അപ്പം നമ്മൾ അതേണ്ട പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണല്ലേ. അപ്പം നമുക്ക് അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. അവിടെ ആ നേരെ മുമ്പിൽ കാണുന്നിടത്താണ് നമ്മുടെ അൽഫോൺസാമ്മയെ അടക്കം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ ചുറ്റി കറങ്ങി നടക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാം എന്താ പറയണ്ടേ, ഓരോ രൂപങ്ങളും പ്രാർത്ഥനയുടെ തന്നെ ഒരു അന്തരീക്ഷമൊക്കെയാണ്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ച് കേട്ടോ. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാനായിട്ട് തോന്നത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പം കാണുന്ന ആ ഒരു കാഴ്ച നല്ല സൂപ്പറായിട്ടുണ്ട്. ആകാശവും ഭൂമിയും കൂടെ മുട്ടി നിൽക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജെറ്റ് വിമാനം പോകുന്നത്. ഒത്തിരി നാളായി കണ്ടിട്ട്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ പോകുമ്പം ജെറ്റ് പോകുന്നു, റോക്കറ്റ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണാനായിട്ട് ഓടുന്നതൊക്കെ ശരിക്കും ഓർത്ത് പോയി. അപ്പം കുഞ്ഞിനെയും മോനെയൊക്കെ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേണ്ട ഇവിടെ ഇങ്ങനെ ഒരു ഗ്രോട്ടയുണ്ട്. അവിടെ പോയി നിന്ന് കുറച്ച് സമയം ഫോട്ടോയൊക്കെ എടുത്തു. അതിൽ വലിയ വലിയ മീനുകൾ കിടപ്പുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ വലിയ കൗതുകപൂർവ്വം അത് പോയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പള്ളിയിലോട്ട് കയറാനായിട്ട് പോയപ്പം അവിടെ വെൽക്കം സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹോളിന് മുന്നിലായിട്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 1-2 സ്നാക്സും അവിടെ നിന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാമല്ലോ എന്നുള്ള പേരിൽ ഞങ്ങളും കഴിച്ചു. അപ്പോൾ നമ്മുടെ ഒരു വെജിറ്റബിൾ സ്നാക്കും ചിക്കൻ നഗറ്റ്സും
പിന്നെ ഒരു പ്രോൺസിൻ്റെ ഒരു ചിപ്സും എല്ലാമായിട്ട് നല്ല അടിപൊളി വെൽക്കം സ്നാക്സ് ആയിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ജ്യൂസുകളും ഉണ്ടായിരുന്നു. അപ്പം പിള്ളേരൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അവരെ ഒന്ന് മാനേജ് ചെയ്യാനും എളുപ്പമാണല്ലോ. പിന്നെ നമുക്കും ഇടയ്ക്ക് ഒരു ഇടക്കാല ആശ്വാസം പോലെയാകും. പിന്നെന്താ, നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുക്കനെയും പെണ്ണിനെയൊക്കെ കല്യാണം കഴിഞ്ഞ് ഒന്ന് വെൽക്കം ചെയ്യാനായിട്ട് എല്ലാവരുടെയും കയ്യിൽ ഫ്ലവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് അവരുടെ മേളിലോട്ട് പൂക്കളൊക്കെ ഇട്ട് അവരെ ഒരു വെൽക്കം ചെയ്യാനായിട്ടുള്ള സെറ്റപ്പൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കയ്യിൽ പൂക്കളൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അവൻ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ചെറുക്കനെയും പെണ്ണിനെയും ബന്ധുക്കളെക്കാട്ടിലൊക്കെ കൂടുതൽ ത്രില്ലടിച്ച് നിൽക്കുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സാണ്. അവരാകെ എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓട്ടമാണ്. നമ്മൾ മലയാളികളെ തോപ്പിച്ചുകൊണ്ടുള്ള കൂവലും ബഹളവും എല്ലാമായിരുന്നു അവർ. അപ്പോൾ ഇവർ ജർമ്മനിയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സായിട്ടുള്ള ഒത്തിരി ജർമ്മൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ആകെപ്പാടെ എക്സൈറ്റഡ് ആയിട്ട് അവരെ ഒത്തിരി സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴാണ് ഒന്നുമല്ല എന്ന് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഫ്ലവറൊക്കെ എറിഞ്ഞ സമയത്ത് അവരുടെ ആ ഒരു മുഖം കണ്ടാൽ ശരിക്കും അവരുടെ ആ ഒരു കാത്തിരിപ്പ് അത് സഫലമായതിൻ്റെ എല്ലാ ഭാവങ്ങളും അവരുടെ മുഖത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെയും കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പേര് ആ സമയത്ത് വീണ്ടും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ നമ്മുടെ വെൽക്കം സ്നാക്സ് കൊടുത്തുകൊണ്ടിരുന്ന ആ സ്ഥലത്തൊക്കെ പിന്നെ നല്ല ഇടിയായിട്ടുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് ആൾക്കാരെല്ലാം വന്ന് എല്ലാവരും നല്ല ഇടിച്ച് കുത്തി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ വേണ്ട നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചെറുക്കനും പെണ്ണിനെയൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് എല്ലാവരും ഇരിപ്പുണ്ട്. Thank you so much for witnessing this moment with me. Thank you for everyone for coming from all over the world. I'm really excited to have you here and celebrate this wedding together. ഫാമിലി മെമ്പേഴ്സും ഈ ഒരു സമയത്ത് മറ്റൊരു ഒരു കല്യാണത്തിന് പോയാൽ കാണുന്ന സ്ഥിരം കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുക്കനെയും പെണ്ണിനെയൊക്കെ വെൽക്കം ചെയ്തു, അതേപോലെ തന്നെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ ഫുഡ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ടുള്ള ഒരു ത്വരയുണ്ടല്ലോ നമുക്ക്. അപ്പം ആദ്യം തന്നെ സ്റ്റാർട്ടറായിട്ട് കട്ട്ലേറ്റും അതേപോലെ അപ്പവും ഗാർലിക് ബ്രെഡുമായിരുന്നു. അപ്പോൾ ഇത് മൂന്നും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്, അതിന് കോമ്പിനേഷനായിട്ട് ഡക്ക് സ്റ്റൂവും അതേപോലെ ബാർബിക്യൂ പോർക്കുമായിരുന്നു. അടിപൊളി സംഭവമായിരുന്നു കേട്ടോ ഈ ബാർബിക്യൂ പോർക്ക് എന്ന് പറയുന്നത്. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല ജ്യൂസി പോലിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ സ്പൈസി അല്ലാത്തതാണ്. പിന്നെ കുറേ സാലഡ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണ്. എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു. ആ ഒരു ബ്രെഡ് നമ്മൾ ആ ഒരു ചാറിൽ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് സോഫ്റ്റ് ആകും. പിന്നെ ഈ ഒരു പോർക്ക് നമ്മൾ ആ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റേ അല്ല കേട്ടോ ഈ ഒരു പോർക്കിന്. സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതല്ലായിരുന്നു. നല്ല ജ്യൂസി ആയിട്ടിരുന്നു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഹണി സോസൊക്കെ ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഊണായിരുന്നു.
നല്ല ചോറും മീൻകറിയും ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈയും അവിയലും എല്ലാം കൂടെ കൂട്ടിയുള്ള അടിപൊളി ഊണ്. നമ്മുടെ ജർമ്മൻ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവർക്ക് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഫുഡുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫുഡും അവർ കഴിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം സ്പൈസി അല്ലാത്ത സംഭവങ്ങളായിരുന്നു എല്ലാം. ആ സമയത്ത് സ്റ്റേജിൽ ഒത്തിരി പ്രോഗ്രാംസ് നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അടുത്തതായിട്ട് എല്ലാവരും ചെറുക്കനെയും പെണ്ണിനെയും വിഷ് ചെയ്യാനായിട്ടുള്ള സമയമായിരുന്നു. ആ സമയത്ത് തന്നെ സ്റ്റേജിൽ ഈ രണ്ട് ക്യൂട്ടായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങൾ പാടുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പാടി കേട്ടോ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം അവരാ ഒരു ക്യൂ ആയിട്ട് നിൽക്കുവാണ്. നമ്മൾ സാധാരണ കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് ഇടിച്ച് കയറാനായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, പെട്ടെന്ന് പോയി കണ്ട് അവരെ വിഷ് ചെയ്തിട്ട് തിരിച്ചു പോരാനായിട്ട്. അപ്പോൾ ഇവരിങ്ങനെ കാം ആൻഡ് ക്വയറ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എവിടെയും കാത്തു നിൽക്കാതെ ഇടിച്ചു കയറി പോകാമെന്നുള്ള നമ്മുടെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങോട്ട് പുറത്തെടുക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ കുറേയൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ അതുവഴി ഇതുവഴിയൊക്കെ കയറിപ്പോയി. അതാണ് സത്യം. അവിടുന്ന് അവരുടെ ഒത്തിരി ഫ്രണ്ട്സും അതേപോലെ കൊളീഗ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരെ വിഷ് ചെയ്യാനായിട്ട് ചെന്ന സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹഗ് ചെയ്തൊക്കെ അവരുടെ ആ ഒരു വിഷസ് അറിയിച്ചുകൊണ്ടിരുന്നു. പിന്നെന്താ പറയണ്ടേ, എല്ലാവരും അവർ ഹഗ് ചെയ്തു കേട്ടോ. പക്ഷേ ഇവരെ മാത്രം അവർ കെട്ടിപ്പിടിക്കുന്നതായിട്ട് കണ്ടില്ല. അതെന്താണെന്ന് ഞാൻ കുറേ ആലോചിച്ചു കേട്ടോ. പിന്നെ ആരോടും ചോദിക്കാനൊന്നും പോയില്ല. ഒരുപക്ഷെ അവരുടെ കുറേ കൂടെ അവരുടെ ഓഫീസേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ എല്ലാവരും അടിച്ചു പൊളിച്ച് ഒരു കല്യാണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലോട്ട് എത്തുവാണ്. അപ്പോൾ ഒരു വഴിക്കൂടെ പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും പാട്ടായിരുന്നു കേട്ടോ അതിലെ ഏറ്റവും ക്യൂട്ടെന്ന് പറയാവുന്ന. അവരുടെ ആ പാട്ടിനെക്കാട്ടിലും അവരുടെ ആ മുഖത്തെ ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് പാടിയവർ. കൊച്ചു വെച്ച് പാടുന്നുണ്ടല്ലോ.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ കല്യാണത്തിന് വേണ്ടിയിട്ട് നാട്ടിലോട്ട് വന്നതാണ്. നമ്മുടെ ഫസ്റ്റ് കസിൻ ആണെങ്കിലും ഇവരെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു, ഫോട്ടോസിൽ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പം എല്ലാവരും കുറേ നാളുകൾ കൂടിയിരുന്നാണ് കാണുന്നത്. അപ്പം ഈ കല്യാണത്തിനോടൊപ്പം തന്നെ അവരുടെ ആ ഒരു കാണാത്തതിൻ്റെ ആ ഒരു സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാനായിട്ടുള്ളൊരു സമയം കൂടിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു കുറച്ച് മുഹൂർത്തങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു. പുറത്തുള്ളവരൊക്കെ നമുക്ക് സായിപ്പ് മാതാമ്മയാണല്ലോ, അങ്ങനെ എല്ലാവരും സായിപ്പ് മാതാമ്മയൊക്കെ കണ്ടു. നമുക്കും ഒരു സായിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടുത്തെ ജർമ്മൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരാളെയാണ്. അപ്പം നല്ലൊരു ദിവസമായിട്ട് എല്ലാവരും പിരിഞ്ഞു. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോലെ. താങ്ക്